നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം ചൊവ്വാദോഷം എന്നുള്ളതാണ്. എന്താണ് ചൊവ്വാദോഷം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വാദോഷമൊന്നും ആരും നോക്കുന്നില്ല. പക്ഷേ ചൊവ്വാദോഷത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വാസ്തവത്തിൽ ചൊവ്വാദോഷം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ അത് എങ്ങനെയാണ് നമ്മളെ ദോഷമായി ബാധിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതിനെന്താണ് ചൊവ്വ എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഒരു സദ്യ ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ. എല്ലാ ഘടകങ്ങളും നന്നായിട്ട് ചേർത്തു, അവസാനം ഉപ്പിടുന്നു. ഈ ഉപ്പ് അധികമായിപ്പോയി. അങ്ങനെ ഉപ്പ് അധികമായാൽ ആ ഭക്ഷണം സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ട മനുഷ്യർക്കൊന്നും സ്വാദോടുകൂടി ഭക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെ ഒരു അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ഉപ്പൊരു പ്രശ്നമല്ല. വളരെയധികമൊക്കെ കൂടിപ്പോയാലേ അവർക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഏവറേജ് നിൽക്കുന്ന ഒരുവിധ മനുഷ്യർക്കൊക്കെ തന്നെ ഉപ്പ് ഒരല്പം കൂടിപ്പോയാൽ അവർക്ക് വേഗം ഫീൽ ചെയ്യും. മാത്രമല്ല, ആ ഉപ്പ് അധികമായാൽ ഉപ്പ് ശരീരത്തിൽ പ്രഷർ ഉണ്ടാക്കും, മന്ദത ഉണ്ടാക്കും. പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിനെ ബാധിക്കും, രക്തഓട്ടത്തിൻ്റെ ഗതി ത്വരിതപ്പെടുത്തും, പ്രഷർ കൂടും, ഒരു പക്ഷേ വലിയ ദുരന്തത്തിൽ കലാശിക്കാം. സ്ട്രോക്കൊക്കെ വരുന്നത് അങ്ങനെയാണ്. ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറയ്ക്കണമെന്ന് പറയുന്നത് അതാണ്. അതുപോലെയാണ് ഈ ചൊവ്വാദോഷം. ഒരാളുടെ ജന്മത്തിൽ ചൊവ്വ നമുക്കറിയാം, അതിൻ്റെ മെറ്റൽ കണ്ടന്റ് എന്ന് പറയുന്നത് കോപ്പറാണ്. അപ്പം മെറ്റൽ കണ്ടന്റായ കോപ്പർ അധികമുള്ള ആളുകൾക്ക് അവർക്കൊരല്പം ദേഷ്യം കൂടും. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പക്വത കുറയും. നമ്മളെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളെയും നമ്മൾ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ അങ്ങനെയല്ലാതെ പെട്ടെന്ന് തന്നെ എക്സ്പ്ലോസീവായി പ്രതികരിക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് മെറ്റൽ കണ്ടന്റ് ആയ കോപ്പറിൻ്റെ സാന്നിധ്യം പിത്താശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ പ്രവർത്തനം, ഈ രണ്ട് ഘടകങ്ങളും വളരെ പ്രധാനമാണ്. നമ്മൾ പറയും, ആരെങ്കിലും ദേഷ്യം പിടിക്കുന്ന നിനക്കെന്താ പിത്തം പിടിച്ചിട്ടുണ്ടോ, പിത്തത്തിന് അസുഖമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം പിത്തം പിടിച്ചാൽ രണ്ട് അവസ്ഥയുണ്ട്. ഒന്ന് അനങ്ങാതിരിക്കും, മറ്റൊന്ന് രൂക്ഷമായി പ്രതികരിക്കും. ഈ പിത്തം ആണ് നമ്മളുടെ ശരീരത്തിലെ കോപ്പർ, നമ്മളെ ശരീരത്തിലെ ചൊവ്വ. കോപ്പറല്ല, ചൊവ്വ. അപ്പോൾ പിത്താശയത്തിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സെക്സൽ ഇമോഷൻസ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. ചൊവ്വ ബലഹീനനാണെങ്കിൽ സെക്സിനോട് താല്പര്യം കുറയും. ചൊവ്വ ബലവാനാണെങ്കിൽ ഇമ്മോറൽ സെക്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മളെ കോണ്ടാക്റ്റിനെ നിയന്ത്രിക്കുന്നു. ഈ കോണ്ടാക്റ്റ് സ്വഭാവം നമുക്ക് ഇൻറ്റേർണലാണ്, ഒരിക്കലും അത് എക്സ്റ്റേണൽ അല്ല. സാഹചര്യങ്ങളനുസരിച്ച് പെട്ടെന്ന് നമ്മളിൽ നിന്ന് വരുന്ന ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വർക്കൗട്ടാവും. അങ്ങനെയുള്ള ആളുകളോട് അതേ രീതിയിലുള്ള ആളുകളെ ചേർക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ
കലകൾ പഠിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പരസ്പരം മല്ലയുദ്ധം നടത്തേണ്ടത്. അത് ഏത് സംവിധാനമായാലും, കരാട്ടെ ആയിക്കോട്ടെ, കളരി ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, ബോക്സിംഗ് ആയിക്കോട്ടെ, അവിടെ ഒരു തുല്യതയുണ്ട്. അതുകൊണ്ടാണ് ചൊവ്വാദോഷമുള്ളവരോട് ചൊവ്വാദോഷമുള്ളവരെ യോജിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്റ്റ് പ്രധാന ഘടകമാണ്. അപ്പം ചൊവ്വാദോഷം അവിടെ ബാലൻസ്ഡ് ആയി. രണ്ട് വ്യക്തികളും ആയോധനകല അഭ്യസിച്ച ആളുകളാണ്, അതുകൊണ്ട് അവരെ പരസ്പരം മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാലൻസ് ആയി. ഒരാൾ പഠിച്ച ആളും ആയോധനകല പഠിച്ച ആളും മറ്റേ ആൾ പഠിക്കാത്ത ആളാവുമ്പോൾ പഠിക്കാത്ത ആൾക്ക് ഡാമേജ് വരാൻ സാധ്യതയാണ്. അപ്പം അവരെ മത്സരത്തിലിടാൻ പാടില്ല. ഇതുപോലെ ഈ പിത്താശയവുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് ഓവറായിട്ട് നിൽക്കുന്ന ആളുകൾക്കും കോപ്പർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആളുകൾക്കും അതേ ഘടകങ്ങൾ ഉള്ള മറ്റൊരാളെ ചേർക്കുമ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. അതല്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും. ഇതാണ് ചൊവ്വാദോഷത്തിൻ്റെ ഒരു പ്രായോഗികത. ഇനി അത് പ്രാമാണികമായിട്ട് നമ്മൾ പറയുമ്പോൾ ദിനേവേ ച പാതാളേ ജാമിത്രേ അഷ്ടമേ കുജ ശ്രീനാം ഭർത്തൃവിനാശായ പുംസോം ഭാര്യ വിനശ്യതി. ഭാര്യയുടെ ജാതകത്തിലാണ് അങ്ങനെയുള്ളെങ്കിൽ ഭർത്താവ് മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഭർത്താവിൻ്റെ ജാതകത്തിലാണെങ്കിൽ ഭാര്യ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ബാലൻസ് അല്ലാത്ത കണ്ടന്റുകൾ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പം അത് സയൻസ് ആണോ? അതാണ്. അതിനുള്ള പ്രമാണങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൊവ്വാദോഷത്തെ പരിഹരിക്കുന്നത്. ഇനി ചൊവ്വ എന്ന് പറയുന്ന ആരാണ്? ചൊവ്വയ്ക്ക് രണ്ട് ആധിപത്യമുണ്ട് ജ്യോതിഷത്തിൽ. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയാണ്, മറ്റൊന്ന് കാളി ദേവിയാണ്. കുജാലയോ സ്കന്ദസ്യ കാളി. കുജനെ സംബന്ധിച്ച് ചൊവ്വയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും കാളിയെയും പറയാമെന്നാണ്. അപ്പോൾ തത്തുല്യമായ രീതിയിൽ അതിനെ യോജിപ്പിക്കുകയാണെങ്കിൽ ചൊവ്വാദോഷത്തിന് പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി ഇത് മാത്രമല്ല, പാപഗ്രഹങ്ങൾ വിവാഹരാശിയിലോ കർമ്മരാശിയിലോ, വിവാഹരാശിയാണ് ഏറ്റവും പ്രധാനം. കാരണം രണ്ട് വ്യക്തികൾ ചേരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വിവാഹമാണ്. മറ്റെല്ലാം നമ്മുടെ വ്യക്തിപരമായ വിഷയം മാത്രമാണ്. രണ്ട് വ്യക്തികൾ പരസ്പരം ചേരുന്ന വിവാഹത്തിലാണ്. അവിടെ രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാവും, രണ്ട് കെമിക്കൽ ഉണ്ടാവും. അതാണ് കെമിസ്ട്രി. രണ്ട് തരം രക്തഗ്രൂപ്പുകൾ ഉണ്ടാവും സാധ്യതയുണ്ട്. ഇതിലെ ബാലൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ജ്യോത്സ്യൻ്റെ കടമ. അതാണ് കുറിപ്പ് നോക്കൽ. അത് പണം കൊടുത്ത് കള്ളക്കുറിപ്പ് ഉണ്ടാക്കി ഇയാൾ ഒരു കാരണവശാലും മാറില്ല, ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ചൊവ്വാദോഷത്തിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർ വിശ്വസിക്കേണ്ട. പക്ഷെ അതിൻ്റെ ആധികാരികതയെ സംശയിക്കേണ്ട. ഫലം ഉണ്ടാവും, ഉറപ്പാണ്.